ദുഃഖകരമായ മറ്റൊരു ദിവസം കൂടിയാണ്. ഇന്നും 9ാം ദിവസമാണ് അർജുനെ കാണാതായിട്ട്. 9ാം ദിവസവും തിരച്ചിൽ അതിൻ്റെ പാരമ്യത്തിൽ തുടരും. പക്ഷേ പ്രതീക്ഷകൾ ഓരോ ദിവസവും അറ്റുപോകുന്ന അവസ്ഥയാണ്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചും അർജുനുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടത്തിയിട്ടും അർജുനെ കണ്ടെത്താനാവുന്നില്ല. അപ്പോഴും കേരളം പ്രതീക്ഷ കൈവിടുന്നില്ല. ഇന്നും തിരച്ചിൽ തുടരും. ഇന്ന് കൂടുതൽ ആഴത്തിലുള്ള തിരച്ചിൽ പുഴയിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാകേണ്ടത്. കൂടുതൽ സംവിധാനങ്ങൾ ഡൽഹിയിൽ നിന്ന് എത്തിക്കും. നാവികസേനയുടെ നേതൃത്വത്തിൽ അത്യാധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാകും ഇന്ന് തിരച്ചിൽ പുരോഗമിക്കുക എന്നാണ് മനസ്സിലാകുന്നത്. ഐബോർഡ് എന്ന ഉപകരണം കൊണ്ടുവരും. നാവികസേനയുടെ തിരച്ചിൽ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും പുരോഗമിക്കുക. ഏതാണ്ട് 2.4 കിലോമീറ്ററിൽ നിരീക്ഷണ പരിധിയുള്ള ഉപകരണം കൂടിയാണ് ഇത്. മണ്ണിൽ പുതഞ്ഞു പോയ വസ്തുക്കൾ 20 മീറ്റർ ആഴത്തിൽ കണ്ടെത്താനാകുമെന്നുള്ളതാണ് ഈ ഐബോർഡിന്റെ പ്രത്യേകത. വെള്ളത്തിലും മഞ്ഞിലും 70 മീറ്റർ ആഴത്തിലും തിരച്ചിൽ നടത്താനാകും, വസ്തുക്കൾ കണ്ടെത്താനാകുമെന്നാണ് മനസ്സിലാകുന്നത്. സോണാർ സിഗ്നലിൽ ഭാരമേറിയ ലോഹവസ്തുക്കൾ കണ്ടെടുത്തായിരിക്കും ഇന്ന് തെരച്ചിൽ തുടരുക. തെരച്ചിലിൽ 7:30 മണിയോടുകൂടി, അതായത് അല്പസമയത്തിനകം, ഇപ്പോൾ 7 കഴിഞ്ഞു 5 മിനിറ്റാണ്, 7:30 മണിയോടുകൂടി തിരച്ചിൽ തുടരും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നാവികസേനയുടെ സഹായമുണ്ട്, ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ ഏറ്റവും അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി ഈ വൈകിയ വേളയിലാണെങ്കിൽ കൂടി തെരച്ചിൽ പൂർവാധികം ശക്തിയോടെ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. KV ബൈജു അവിടെ തത്സമയം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആ സംഭവ സ്ഥലത്ത് തൊട്ടടുത്തുണ്ട്. ബൈജു, ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഇന്നലെ വരെ നമ്മൾ കാത്തിരുന്നത്. പക്ഷെ ഇന്ന് അത്ര പ്രതീക്ഷിക്കേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ളതാണ്. കാരണം സാധ്യമായതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോഴും ഇനിയും എന്തൊക്കെ കാര്യങ്ങൾ അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ ഏതൊക്കെ തലങ്ങളിലാണ് പരിശോധനകൾ പുരോഗമിച്ചത്? കണ്ടെത്തലുകൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇന്നലെ ഒരു സ്ത്രീയുടെ മൃതദേഹം നമ്മൾ രാവിലെ കിട്ടിയത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഈ തെരച്ചിലിൽ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായില്ലല്ലോ, അല്ലേ? രഞ്ജിത്തെ, തീർച്ചയായും 9ാം നാളായ ഇന്ന് വളരെ പ്രതീക്ഷയുണ്ട്. ഇന്ന് അർജുന്റെ ലോറി അർജുനെ കിട്ടും എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് തെരച്ചിൽ തുടരുന്നത്. ഏതായാലും അല്പസമയത്തിനകം തെരച്ചിൽ തുടരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിലേറ്റവും പ്രധാനം അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് ശിരൂരിലെത്തും എന്നുള്ളത് തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനം ഐബോർഡ് എന്ന ഉപകരണമാണ്. ഇതൊരു സ്വകാര്യ ഏജൻസിയിൽ നിന്നും നാവികസേന ഇത്തരത്തിൽ വാടകയ്ക്കെടുത്ത ഒരു ഉപകരണമാണ്. ഇത് വളരെ ഉപകാരപ്രദമാകും. കാരണം മണ്ണിൽ പൂണ്ടുകിടക്കുന്ന ഈ മണ്ണിലും ചെളിയിലുമൊക്കെ പൂണ്ടുകിടക്കുന്ന വസ്തുക്കൾ 20 മീറ്റർ വരെ താഴ്ചയിൽ നിന്നും ഈ ഉപകരണം കണ്ടെത്തും. അതുകൂടാതെ വെള്ളത്തിലും അതുപോലെ തന്നെ മഞ്ഞ് മൂടിയ സ്ഥലങ്ങളിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ്. ഇവിടെ 70 മീറ്റർ ആഴത്തിൽ ഈ ഉപകരണം കണ്ടെത്താനാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ലോറി കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. അത്തരത്തിലുള്ള അത്യാധുനിക ഉപകരണങ്ങളുണ്ട്. കൂടാതെ ബൂം മിഷൻ ഇന്ന് എത്തിയിട്ടുണ്ട്, ശിരൂരിൽ എത്തിയിട്ടുണ്ട്. ആ ബൂം മിഷൻ ഉപയോഗിച്ച് ഇവിടുത്തെ ഈ കൂടിക്കിടക്കുന്ന മണ്ണ്, അടിഞ്ഞുകൂടി കിടക്കുന്ന മണ്ണ് മാറ്റുന്ന ഒരു പ്രക്രിയയും നടക്കും. ഒരേപോലെ തന്നെ വലിയ തോതിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് നാവികസേനയും കരസേനയും ഒക്കെ ഇന്ന് പദ്ധതിയിട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അർജുനിലേക്കും അർജുന്റെ ലോറിയിലേക്കും എത്താനാകും. എന്തായാലും ഇന്നലെയാണ് സോണാർ സിഗ്നലിൽ ഭാരമേറിയ ഒരു വസ്തു കണ്ടെത്തിയത്. ഈ വസ്തു കണ്ടെത്തിയ സ്ഥലത്തായിരിക്കും ഇന്ന് ആദ്യ തെരച്ചിൽ നടക്കുക. ഇതിൽ പ്രധാനം ഇതൊരു ടവർ ഇവിടെ ഇത്തരത്തിൽ പുഴയിൽ പതിച്ചിരുന്നു. ഇനി ആ ടവറാണോ അതല്ല ഈ ലോറിയാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ആ സ്ഥിരീകരണം സൈന്യം തന്നെ നൽകും. ആ സംശയം അവർ പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ വളരെ ഭാരമേറിയ ഒരു വസ്തുവാണ് ഇത്തരത്തിൽ കണ്ടെത്തിയതെന്നാണ് സൈന്യം പറയുന്നത്. വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ഈ പരിശോധന, ഒപ്പം വിദഗ്ധരായ നിരവധി പേർ ഇന്നെത്തുന്നുണ്ട്. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം റിട്ടയർഡ് കേണൽ ഇന്ദ്രപാൽ വളരെ ഇത്തരത്തിലുള്ള അപകടം നടന്ന സ്ഥലത്ത് വളരെ പരിചയസമ്പന്നനായ ആളാണ്. അദ്ദേഹം ഇന്നെത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വരവും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. അത് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം അദ്ദേഹം എത്തുന്നതാണ്. അദ്ദേഹം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തും. അദ്ദേഹം വേണ്ട നിർദ്ദേശങ്ങൾ നാവികസേനയ്ക്ക് നൽകുമെന്നാണ് അറിയുന്നത്. ഏതായാലും നാവികസേനയുടെ ഈ ഇത്തരത്തിലുള്ള തെരച്ചിൽ തന്നെയാണ് ഇന്ന് വളരെ നിർണായകം. ഇന്ന് ഈ ലോറി കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ തിരച്ചിൽ ഇന്നുണ്ടാകും. കരയിലുള്ള തിരച്ചിൽ പൂർത്തിയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പുഴ കേന്ദ്രീകരിച്ചുള്ള വലിയ പരിശോധന തന്നെയാണ് ഉണ്ടാവുക.
ഇതിലേറ്റവും പ്രധാനം കാലാവസ്ഥ ഇന്നും പ്രതികൂലമായാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മഴ ആരംഭിച്ചിട്ടുണ്ട്. വലിയ തോതിൽ മഴ മൂടി കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രഞ്ജിത്ത്, അതിനിടയിൽ വളരെ നിർണായകമായ ഒരു ദൃശ്യം ന്യൂസ് 18 ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യം ജില്ലാ ഭരണകൂടം ശേഖരിച്ചിട്ടുണ്ട്, അത് പരിശോധിച്ചു വരുന്നുണ്ട്. അതായത് ഈ അപകടം നടന്നതിന് തൊട്ട് എതിർവശത്തുള്ള ഗ്രാമത്തിൽ നിന്നും ഉളവൂര എന്ന ഒരു ഗ്രാമത്തിൽ നിന്നും ഗ്രാമീണർ ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ പകർത്തിക്കൊണ്ടിരുന്നതാണ്. ആ ദൃശ്യം പകർത്തുന്നതിനിടയിൽ വലിയ തോതിൽ മണ്ണിടിഞ്ഞ് ഈ പുഴയിലേക്ക് പതിക്കുകയും പുഴയിൽ നിന്നും വളരെ ഉയരത്തിൽ, അതായത് ഈ ഗ്രാമത്തിലേക്ക് വെള്ളം ഇരിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സമയത്ത് ഇത്തരത്തിൽ ഈ ഗ്രാമീണർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വലിയ അതിഭീകരമായ ദൃശ്യമാണ് ഇന്നലെ ബൈജു നമ്മൾ ന്യൂസ് 18 പുറത്തുവിട്ടത്. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകേണ്ടത് കൂടിയുണ്ട്. കാരണം അത്ര ഈ ഗ്രാമീണർ മറുഭാഗത്ത് നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്. അത്രത്തോളം മണ്ണും ചെളിയും അടക്കം അങ്ങനെ അവിടെ കുത്തി ഒലിച്ച് വീഴുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. പ്രേക്ഷകർ കാണുന്നത് ആ ദൃശ്യങ്ങളാണ്. മറുഭാഗത്ത് നിന്ന് ഗ്രാമീണർ പകർത്തിയ ഈ അപകടത്തിന്റെ ഭീകരാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളെ കാട്ടിത്തരുന്ന ദൃശ്യമാണ് അത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രത്തോളം ഭയചകിതം. നമുക്കറിയാം, ഒരു ഗ്രാമം മൊത്തം ഒലിച്ചുപോയിരുന്നു. അവിടെ ഈ പ്രദേശത്ത് കച്ചവടം നടത്തിയിരുന്ന കച്ചവട സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഒലിച്ചുപോയി. ഈ മണ്ണ് പുഴയിൽ വീണ് പുഴയുടെ ആഴം കുറഞ്ഞതിനെ തുടർന്ന് ഗ്രാമപ്രദേശത്തുള്ള 9ഓളം ആളുകളാണ് ഇത്തരത്തിൽ ഒഴുകിപ്പെട്ട് മരിച്ചത്. അതിലൊരു വനിതയുടെ, ഒരു സ്ത്രീയുടെ മൃതദേഹം ഇന്നലെ ലഭിച്ചിരുന്നു. ഈ ഭയചകിതരായി ഓടുന്നതിനിടയിൽ അവർ പകർത്തിയ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യം ജില്ലാ ഭരണകൂടം ന്യൂസ് 18 നിന്ന് ബൈജുവിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട് എന്ന വിവരവും നമ്മൾ പുറത്തുവിട്ടിരുന്നു. കാരണം ഇതിൻ്റെ മറ്റ് കൃത്യമായ ദൃശ്യങ്ങൾ ഒന്നും കൃത്യമായ വ്യക്തത ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് വരേണ്ടതുണ്ട്. അതിൻ്റെ കാര്യങ്ങളിലാണ് ഇപ്പോൾ അന്വേഷണം. അങ്ങനെയാണ് അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണ് അപകടം എന്ന കാര്യവും എവിടെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവമുള്ളത് എന്ന കാര്യവുമൊക്കെ അന്വേഷിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം അടക്കം. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ദൃശ്യങ്ങളടക്കം ശേഖരിക്കുന്നത്. ഗ്രാമീണർ പകർത്തിയ പുഴയിലെ വെള്ളം അത് സമീപത്തെ ഗ്രാമത്തിലേക്ക് കുതിച്ചെത്തി. കാരണം വലിയ തോതിൽ മണ്ണിടിഞ്ഞ് വീണപ്പോൾ പുഴയുടെ ആഴം കുറഞ്ഞു. ആ വെള്ളം കുതിച്ചെത്തി സമീപത്തെ ഗ്രാമത്തിലേക്ക്. വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ സംഭവിച്ചു. പല കുടുംബങ്ങളും ഒഴിച്ചുപോയ പശ്ചാത്തലമൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ദൃശ്യത്തിൻ്റെ പ്രത്യേകത ബൈജു അത് പ്രധാനമാണ്. കാരണം ഈ ഗ്രാമീണർ ഭയചകിതരായി ഓടുന്നത് കാണാം. ഇതിനിടയിൽ ആരോ ഒരാൾ മൊബൈൽ പകർത്തിയ ഒന്നാണ്. പക്ഷേ ഇത് ഈ അപകടത്തിൻ്റെ ഒരു ഗൗരവ സ്വഭാവം അത് കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും രഞ്ജിത്തെ, ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് ആ ദൃശ്യം അവർ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നിരവധി പേരുണ്ട് ആ സമയത്ത് ആ സംഭവ സ്ഥലത്ത്. ഇതിന് തൊട്ട് എതിർവശമാണ് ഉളവൂര എന്നൊരു ഗ്രാമമാണ്. ആ ഗ്രാമീണരാണ് ഇത്തരത്തിൽ ദൃശ്യം പകർത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വലിയ തോതിലുള്ള മണ്ണിടിച്ചിൽ പിന്നീട് ഉണ്ടാകുന്നു. വലിയ തോതിലുള്ള ശബ്ദമുണ്ടാകുന്നു. ആ ശബ്ദത്തിന്റെ ആ വെള്ളം ഒഴുകി വരുന്നതിന്റെയും വേഗത കണ്ട് ഭയന്നാണ് ഇവർ ഇത്തരത്തിൽ ഓടി രക്ഷപ്പെടുന്നത്. ആ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ അവർ പറയുന്ന വാക്കുകൾ വളരെ നിർണായകമാണ്. അവിടെ വാഹനങ്ങൾ ആ ദൃശ്യങ്ങളിൽ കാണാം. പൂർണ്ണമായും വ്യക്തതയില്ലെങ്കിലും ഒരു ടാങ്കർ ലോറി കൃത്യമായി നിൽക്കുന്നു. അവർ പറയുന്നുണ്ട് ഒരു വണ്ടി അവിടെ വരുന്നുണ്ടെന്നൊക്കെ അവർ ആർത്ത് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ആ വെള്ളം, ഈ മണ്ണ് ഉൾപ്പെടെയുള്ള ഈ അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയും ഒരു പക്ഷെ ആ വേഗതയിൽ തന്നെ ഈ പുഴയിലേക്ക് പതിച്ചിരിക്കും. ആ പുഴയിലേക്ക് പതിക്കുന്ന സമയത്ത് വലിയ തോതിൽ വെള്ളം ഉയർന്ന് ഈ ഗ്രാമത്തിലേക്ക് വരെ എത്തുന്നു. അവിടെ 50ഓളം പേരുടെ വീടുകളിലേക്ക് ഈ വെള്ളം ഇത്തരത്തിൽ ഇടിച്ചു കയറി വീടുകൾക്ക് നാശനഷ്ടമുണ്ടാകുന്നു. അതുമാത്രമല്ല, ഇവിടെ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് ഈ ഗ്രാമീണർക്ക് കഴിയുന്നത്. എന്തായാലും ഈ ദൃശ്യം ഒരു പക്ഷേ നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഈ തിരച്ചിലിന് വലിയ നിർണായക കാര്യമാകുമായിരുന്നു. പക്ഷേ വളരെ വൈകിയാണ്, 8-ാം നാൾ രാത്രിയാണ് ഈ ദൃശ്യം പുറത്തു വരുന്നത്. നമ്മളാണ് ആ ദൃശ്യം ആദ്യം പുറത്തുവിടുന്നത്. ഏതായാലും ആ ദൃശ്യത്തിൽ ഒരുപാട്
കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ് ആ ദൃശ്യം പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ആ ദൃശ്യം ജില്ലാ ഭരണകൂടം ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. അവർ അത് പരിശോധിച്ചു വരികയാണ്. കൂടുതൽ വാഹനങ്ങളുണ്ടോ, കൂടുതൽ ആളുകൾ ഏതെങ്കിലും ഈ ദൃശ്യത്തിൽ കാണാനുണ്ടോ എന്ന്. ആ സംഭവം പുഴയിൽ നിന്നും വെള്ളം ഇരിച്ചു കയറിയതോടുകൂടി ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അല്ലെങ്കിൽ വലിയൊരു ദുരന്തമായിരിക്കും ആ പ്രദേശത്ത് നേരിടേണ്ടി വരുന്നത്. 50-ലധികം പേർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്തെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യം വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു ദൃശ്യം കൂടിയാണത്. അത്തരത്തിൽ വെള്ളം ഇരിച്ചു കയറി ഇത്രയും ദൂരത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് എത്തുക. അപ്പോൾ എത്ര ശക്തിയിലായിരിക്കും ഈ മലയിടിഞ്ഞ് ഇത്തരത്തിൽ ഈ വെള്ളത്തിലേക്ക് പതിച്ചതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അർജുന്റെ ലോറിയും ആ മണ്ണിടിച്ചിലിൽ ആ ശക്തിയിൽ തന്നെ പുഴയിലേക്ക് പതിച്ചിട്ടുണ്ടാകാമെന്ന ഒരു സൂചനയാണ് ഈ ദൃശ്യം നൽകുന്നത്. എന്തായാലും ദൃശ്യം കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഇന്ന് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രക്ഷാദൌത്യം സേനകളും ഈ ദൃശ്യം പരിശോധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഇത് സംബന്ധിച്ച ഹർജി കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട് എന്നതാണ്. ഈ സംഭവത്തിൽ തിരച്ചിൽ പുരോഗതി ഇന്ന് അറിയിക്കാൻ കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിലേറ്റവും വലുത് ഹൈക്കോടതി ഇത് അതീവ ഗൌരവതരമെന്നാണ് ഹൈക്കോടതി ഈ കാര്യത്തെ പറഞ്ഞത്. ഹൈക്കോടതിയുടെ എന്ത് പരാമർശം ഇന്നുണ്ടാകുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഇവർ. അപ്പോൾ കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയെ തേടിയത്. അന്വേഷണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഈ ഹർജിയിൽ അതീവ ഗൌരവതരമെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള തിരച്ചിൽ പുരോഗതി കോടതിയെ ധരിപ്പിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുടെ ഒരു ദിനം തന്നെയാണ്. അർജുനെ 9ാം നാളെങ്കിലും അർജുനെ കിട്ടുമോ, അർജുന്റെ വാഹനം കിട്ടുമോ? കൂടെ ഇവിടുത്തെ പ്രദേശവാസികളെ 2 പേരെ കാണാതായിട്ടുണ്ട്. തമിഴ്നാട് സ്വദേശിയെ കാണാതായിട്ടുണ്ട്. അവരെയൊക്കെ കണ്ടെത്തേണ്ടതുണ്ട്. അതൊക്കെ ഇന്നൊരു ഉത്തരം കിട്ടുമോ എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. കാരണം അത്രത്തോളം അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇന്ന് പദ്ധതിയിട്ടുള്ളത്. പ്രധാനമായും കരസേനയും നാവികസേനയും അതുപോലെ തന്നെ NDRFന്റെ മേൽനോട്ടത്തിൽ പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ വിവിധ സേനാംഗങ്ങൾ വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനം ഇന്ന് ഈ ശിരൂരിൽ ഉണ്ടാകും. ഇന്ന് ഏറെ നിർണായകമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലല്ല, പക്ഷേ കാലാവസ്ഥ പ്രതികൂലമാണ്. അത് തിരച്ചിലിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കില്ല എന്ന് തന്നെയാണ് നാവികസേന വ്യക്തമാക്കിയത്. ഏതായാലും ഇന്നലെ വലിയ ഒരു ഭാരമേറിയ വസ്തു, ഈ ലോഹവസ്തു കണ്ടെത്തിയ പ്രദേശമുണ്ട്. ആ പ്രദേശം വലിയ ഈ പ്രതീക്ഷയുണ്ട്. അവിടെ നമ്മൾ ഇന്നലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ പുഴയുടെ ആഴമാണ്. നമുക്കറിയാം, ആ പ്രദേശത്തുള്ള ഏറ്റവും വലിയ ഒരു പുഴയാണ്. ഒരുപാട് നദികൾ, ഈ ജലവിധാനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് വന്ന് പതിക്കുന്ന പുഴയാണ്. കുറഞ്ഞതൊരു 10-30 മീറ്ററെങ്കിലും 30 അടിയെങ്കിലും താഴ്ചയുള്ള ഒരു പുഴയാണ്. വലിയ കുത്തൊഴുക്കുണ്ട് അവിടെ. ഈ വസ്തുക്കൾ ഈ പറഞ്ഞതുപോലെ മണ്ണിടിച്ചിലും മറ്റും എന്തൊക്കെ വസ്തുക്കൾ ഈ പുഴയിൽ പതിച്ചിട്ടുണ്ടാകാം എന്ന കാര്യത്തിൽ അവ്യക്തതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ ദിവസവും ചില ലോഹവസ്തുക്കളുമായി ബന്ധപ്പെട്ടുള്ള ഡിറ്റക്ഷൻ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും അത് പൂർണ്ണമായും ഈ ട്രക്കാണോ, അർജുൻ ഉപയോഗിച്ച ട്രക്കാണോ ലോറിയാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരേണ്ടതുണ്ടല്ലോ. നേരത്തെ ബൈജു പറഞ്ഞതുപോലെ സാധ്യതയുള്ളത് ഈ ടവർ, ഒരു മൊബൈൽ ടവർ അങ്ങോട്ടേക്ക് പതിച്ചിട്ടുണ്ട്. അതും ഒരുപക്ഷെ ഈ മെഷീനിൽ പതിഞ്ഞിരിക്കാം. ലോഹവസ്തുവാണല്ലോ, സ്വാഭാവികമായി അതും. അങ്ങനെ ഒരുപാട് ആശങ്കകളുണ്ട്. അവിടെയാണ് നമ്മളുടെ പ്രതീക്ഷകൾ എന്ന് പറയുമ്പോഴും അതിന് ഭംഗം വരത്തക്ക വിധമുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത്. ഒപ്പം ഈ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് വരുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് ഇത്തരത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി ഈ ഡിറ്റക്ഷന് പറ്റുന്ന സംവിധാനങ്ങളാണോ ഡൽഹിയിൽ നിന്നൊക്കെ എത്തുന്നത്? തീർച്ചയായും അത്തരത്തിലുള്ള ഉപകരണങ്ങളാണ്, അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഇന്ന് ശിരൂരിൽ എത്തുക. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബൂം മിഷൻ വളരെ ആഴത്തിൽ ഈ മണ്ണ്, ചെളിയൊക്കെ എടുക്കാൻ, ഈ പുഴയിൽ നിന്നും ചെളിയെടുക്കാൻ സഹായിക്കുന്ന വളരെ നീളത്തിലുള്ള ഒരു വസ്തുവാണ്. അതുപയോഗിച്ച് മണ്ണ് നീക്കാൻ വളരെ പെട്ടെന്ന് തന്നെ ആകുമെന്നാണ് ഇന്നലെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയത്. അതോടൊപ്പം ഈ ഐബോർഡ് എന്ന ഉപകരണമാണ്. അത് ഒരുപക്ഷെ വളരെ വേഗത്തിൽ ഈ പുഴയിലുള്ള മുഴുവൻ തെരച്ചിലിനും സഹായകരമാകും. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മണ്ണിൽ പൂണ്ടുകിടക്കുന്ന വസ്തുക്കൾ 20 മീറ്റർ ആഴത്തിൽ വരെ അത് തിരിച്ചറിയാൻ പറ്റും, അത് കണ്ടെത്താൻ പറ്റും എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സാധാരണ മഞ്ഞിലൊക്കെ ഇത്തരത്തിൽ എന്തെങ്കിലും വാഹനങ്ങളോ മറ്റോ അകപ്പെട്ടാൽ, അല്ലെങ്കിൽ ആളുകളോ മറ്റോ അകപ്പെട്ടാൽ അത് കണ്ടെത്തുന്ന ഒരു മെഷീനാണ്. ആ യന്ത്രം വാടകയ്ക്കാണ് ഈ നാവികസേന എടുത്തിട്ടുള്ളത്. ആ യന്ത്രം ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആ യന്ത്രം ഉപയോഗിച്ചുള്ള പരിശോധനയായിരിക്കും ഇന്ന് ആദ്യഘട്ടത്തിൽ ആരംഭിക്കുക. ഏതായാലും
എന്തായാലും 7:30 അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. അതിനായുള്ള സേനാംഗങ്ങൾ എല്ലാം തന്നെ ഇവിടെ ശിരൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ എന്തായാലും ആരംഭിക്കും. അതിനൊപ്പമാണ് ഇത്തരത്തിലുള്ള വിദഗ്ധരുടെ സേവനം ഏതായാലും ഇന്ന് ലഭ്യമാക്കിയത്. ഉത്തര കർണാടക ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശപ്രകാരം ആവശ്യപ്രകാരമാണ് ഇത്തരത്തിൽ നിരവധി പേരെത്തുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. നേരത്തെ ഇതുപോലുള്ള വലിയ വലിയ അപകടങ്ങളിൽ നിന്നും മണ്ണിടിച്ചിലിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ രക്ഷാപ്രവർത്തകരായി നേതൃത്വം നൽകിയവരാണ് അവരിലൊക്കെ ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട്. കുടുംബവും അത് തന്നെയാണ് പങ്കുവെച്ചത്. അവർ രാത്രി നമ്മോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഇന്ന് വലിയ പ്രതീക്ഷയാണ്. അർജുന്റെ വാഹനം അർജുനെയും ഇന്ന് കണ്ടെത്താനാകുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് അവർ വെച്ച് പുലർത്തുന്നത്. എന്തായാലും ഊർജിതമായ ഒരു തെരച്ചിൽ ഇന്നുണ്ടാകും എന്ന് തന്നെ വേണം കരുതാൻ. ഏതായാലും 9ാം നാളായിരിക്കുന്നു. ഇത്രയും വൈകിയത് തന്നെ ഏതായാലും നേരത്തെ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ എത്തിച്ചുള്ള പരിശോധന ആകാമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ അർജുനിലേക്ക് എത്താമായിരുന്നു. അർജുനൊപ്പം രണ്ടുപേർ മറ്റ് ഇവിടെയുള്ളവർ രണ്ടുപേരുണ്ട്. ഒരു തമിഴ്നാട് സ്വദേശിയുണ്ട്. അവരെ കൂടി കണ്ടെത്താനുണ്ട്. അതൊക്കെ ഈ ഐബോർഡ് ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത്. എന്തായാലും അത്തരം സംവിധാനങ്ങൾ ഇന്ന് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കണമെന്ന ആവശ്യമുണ്ടായിരുന്നു. വളരെ വൈകി 9ാം നാളാണ് ഇത്തരത്തിലുള്ള സംവിധാനം വരുന്നത്. ഒരുപക്ഷെ ഇന്ന് നിർണായക ദിനമെന്ന് പറയേണ്ടി വരും. കാലാവസ്ഥ പ്രതികൂലമാണ്. കനത്ത മഴയുണ്ട്. അല്പസമയം മുമ്പ് കനത്ത മഴയായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ. ഇപ്പോൾ അല്പം വെയിൽ വരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു കാലാവസ്ഥ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇവിടെ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് സമയത്താണ് മഴ വരിക, അതേപോലെ തന്നെ വലിയ ശക്തമായ കാറ്റ് വരിക എന്നൊന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ. അത് പുഴയിലെ തിരച്ചിലിനെ ദുഷ്കരമാക്കുന്നുണ്ട്. ഈ പുഴയുടെ അടിഭാഗത്ത് വലിയ തോതിലുള്ള ഒഴുക്കുണ്ടെന്നാണ് നാവികസേന പറയുന്നത്. എന്തായാലും ഇന്നലെ ഈ പ്രദേശത്തൊക്കെ തിരച്ചിൽ നടത്താൻ പറ്റാതിരുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും കരയിൽ നിന്നും 40 മീറ്റർ ദൂരത്തിൽ മാറിയാണ് ഇത്തരത്തിലുള്ള സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. സോണാർ സിഗ്നൽ ലഭിച്ചത് നേരത്തെ റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്താണ് സോണാർ സിഗ്നലും ലഭിച്ചതെന്നാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് പരിശോധന തെരച്ചിൽ ഇന്ന് തുടങ്ങും. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് അർജുന്റെ ലോറിയാണോ അതല്ല ഈ കൂറ്റൻ ടവർ പുഴയിലേക്ക് പതിച്ച കൂറ്റൻ ടവറാണോ എന്നതാണ് ഒരു സംശയം സൈന്യം പ്രകടിപ്പിക്കുന്നത്. അതിലൊരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് 10 മണിയോടുകൂടി തന്നെ നമുക്ക് ഏതായാലും ഒരു നല്ല വാർത്ത ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 7:30 മണിയോടുകൂടി തെരച്ചിൽ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്ന് നേരത്തെ ബൈജു പറഞ്ഞതുപോലെ അത്യാധുനിക സംവിധാനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ദിവസമാണ്. കാരണം ഒരുപാട് സിഗ്നലുകൾ ലഭിക്കുന്നുണ്ട്. ഈ ലോഹഭാഗങ്ങളുടെയും മറ്റും സിഗ്നലുകളാണ് ഇത് എങ്കിൽ പോലും അത് അർജുന്റെ ലോറിയാണോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടതുള്ളത്. കാരണം അത് ലോഹഭാഗമാണ്. നമുക്കറിയാം നേരത്തെ മൊബൈൽ ടവർ അടക്കം ആ പുഴയിലേക്ക് വീണ ഒരു സാഹചര്യം ഇതിനോട് ചേർത്ത് വായിക്കണം. അർജുന്റെ ലോറി ഈ പുഴയിലുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉണ്ട്. അവിടെ വലിയ കൂറ്റൻ മൺകൂനകൾ രൂപപ്പെട്ട പശ്ചാത്തലം ആ പുഴയിൽ നമ്മൾ ഇന്നലെ മുതൽ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതിനിടയിൽ പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. റഡാർ സിഗ്നലുകളിൽ ആണിപ്പോൾ ലോഹഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. 9ാം ദിവസവും അർജുൻ കാണാമറയത്താണ് എന്നുള്ളതാണ്. സോണാർ സിഗ്നൽ അവിടെ നിന്ന് ലഭിച്ചു. ആ റഡാർ സിഗ്നൽ ലഭിച്ച അതേ ഇടത്ത് തന്നെ സോണാർ സിഗ്നൽ ലഭിച്ചതാണ് ഇപ്പോൾ നിർണായകമായിരിക്കുന്നത്. വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിനും അവയുടെ സഞ്ചാരദിശ, വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിന് ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് ഈ സോണാർ എന്ന് പറയുന്നത്. ഈ 2 സിഗ്നലുകളും വലിയ വസ്തുവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഇവിടം കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയിലേക്കാണ് കാര്യങ്ങൾ നാവികസേന പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തരത്തിലാകും പരിശോധന. ഐബോർഡ് നേരത്തെ ബൈജു പറഞ്ഞതുപോലെ ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കും. അത് ആകാശത്ത് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നു പോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്താനുള്ള ഉപകരണമാണ് ഐബോർഡ് എന്ന് പറയുന്നത്. 8ാം ദിവസവും വലിയ പുരോഗതി തിരച്ചിൽ ഉണ്ടായില്ല. അഴിമുഖം കേന്ദ്രീകരിച്ച് നദിയിലെ മൺകൂനകൾ തുറന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അത്തരത്തിലാണ് ഇന്നത്തെ ഒരുപക്ഷെ സംവിധാനം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും GPS-ൽ അർജുൻ്റെ ലോറിയുടെ എഞ്ചിൻ പിറ്റേ ദിവസം സ്റ്റാർട്ടായിരുന്നു എന്നുള്ള വിവരമൊക്കെ അത് വ്യാജമാണ് എന്ന് കഴിഞ്ഞ ദിവസം ലോറി ഉടമ അടക്കം അറിയിച്ചത് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇതുവരെയും തെരച്ചിലിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ബൈജുവിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകണം. ബൈജു, ഇന്നിപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ആദ്യം മുതൽ തന്നെ
ഉണ്ടായ ഒരു പരാതി, ഒരു അലംഭാവമാണ് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്. ആ അലംഭാവം സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. കർണാടക സർക്കാർ നമ്മുടെയൊക്കെ വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് ഇക്കാര്യത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമമായ ടീമുകളെ വിടുകയും അന്വേഷണം ആരംഭിക്കുകയും മറ്റും ചെയ്തത്. 3 ദിവസമായി അർജുനെക്കുറിച്ച് പല പരാതികൾ ഉന്നയിച്ചിട്ടും അവരാരും മൈൻഡ് ചെയ്യാത്ത പശ്ചാത്തലമുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരുപാട് അപര്യാപ്തതകൾ അന്വേഷണത്തിലുണ്ടായി എന്ന പരാതി കുടുംബം ഉന്നയിച്ചിരുന്നു. പട്ടാളത്തിന് കാര്യമായി ചെയ്യാനായതൊക്കെ വലിയ വിമർശന വിധേയമായിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയാണോ ഇന്ന് കോടതിയുടെ മുന്നിലുള്ളത്? തീർച്ചയായും രഞ്ജിത്തെ, വളരെ പ്രധാനപ്പെട്ട ഒരു ഹർജി തന്നെയാണ് ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കുന്നത്. ഇത് നേരത്തെ സുപ്രീം കോടതിയിലായിരുന്നു ഇവർ ഇത്തരത്തിൽ ഒരു ഹർജിയുമായി എത്തിയത്. പക്ഷേ സുപ്രീം കോടതി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനം ഹൈക്കോടതിയുടെ നിരീക്ഷണം തന്നെയാണ്. വളരെ ഗൗരവതരമായ വിഷയമെന്നായിരുന്നു ഹൈക്കോടതി ഇതിൽ പരാമർശം നടത്തിയത്. അത് മാത്രമല്ല, ഇതിൽ തെരച്ചിലിന്റെ ഇത്തരത്തിലുള്ള ഇതുവരെ നടത്തിയ തെരച്ചിലിന്റെ പുരോഗതി അത് സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഹൈക്കോടതിക്ക് ഇന്ന് കൈമാറണമെന്ന് ജില്ലാ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കോടതി ഇന്ന് എന്താണ് ഇതിൽ ഒരു പരാമർശം നടത്തുക എന്നത് വളരെ പ്രധാനമാണ്. എന്തായാലും തിരച്ചിൽ ആദ്യ നാളുകളിൽ, അതായത് 1-2 ദിവസങ്ങളിൽ തന്നെ ഈ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായ ആദ്യ നാളുകളിൽ നടത്തേണ്ട വലിയ തിരച്ചിൽ, ഊർജിതമായ തിരച്ചിൽ, അതൊക്കെ 7ാം നാളും മുതൽ, അതായത് 8-9 നാളുകൾ, അതായത് ഇന്ന് ഒക്കെ ആണ് അത്തരത്തിലുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് തുടക്കത്തിലാണെങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഏതായാലും വളരെ വൈകിയാണെങ്കിലും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ ഉണർന്നു പ്രവർത്തിച്ചിരിക്കുന്നു. ജില്ലാ ഭരണകൂടം അവർ ഉറക്കത്തിലായിരുന്നു, അവരുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നു. അത്രത്തോളം സമ്മർദ്ദം അവർക്കുമേൽ മാധ്യമങ്ങളും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അവർ മേൽ ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ നിരന്തരം ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഓരോ വിവരങ്ങൾ പ്രേക്ഷകർക്ക് എത്തിക്കുന്നു. കേരളം കാതോർത്തിരിക്കുന്നു. അർജുൻ എവിടെ, അർജുനെ എന്ന് കണ്ടെത്താനാകുമെന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം, അതൃപ്തിയൊക്കെ നമുക്ക് ഈ നമ്മുടെ വാർത്തകൾക്ക് താഴെ കമന്റായി തന്നെ പ്രേക്ഷകർ രേഖപ്പെടുത്തുന്നത് കാണാം. അവർ പ്രാർത്ഥിക്കുകയാണ് അർജുന് വേണ്ടി. അത്തരം പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് 9ാം നാളാണ് ഇന്ന്. വളരെ നിരാശയായിരുന്നു ഈ തിരച്ചിൽ. വളരെ പെട്ടെന്ന് അർജുനിലേക്ക് എത്താൻ പറ്റുമെന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷ, അതൊക്കെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ പ്രതീക്ഷകൾ മേലിൽ വലിയ കരിനിഴൽ വീഴുന്ന ഒരു സാഹചര്യം. എന്തായാലും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരം കാര്യങ്ങൾ ആദ്യം പുറത്തു വരുന്നു. പക്ഷേ അതിലൊന്നും ഒരു ശാസ്ത്രീയ തെളിവുകൾ ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. പ്രധാനമായും ഫോൺ കോൾ അത് റിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന ഒരു സംഭവം, ഒപ്പം ഈ GPS സിഗ്നൽ സംബന്ധിച്ച സംഭവം, അതെല്ലാം വലിയ തോതിൽ വാർത്തയായിരുന്നു. പക്ഷേ അതിനൊന്നും ഒരു ശാസ്ത്രീയ സ്ഥിരീകരണം ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ബെൻസ് കമ്പനിയാണ് അത്തരത്തിലുള്ള ഒരു വാദം പുറത്തുവിട്ടത്, അതായത് ഈ GPS സിഗ്നലൊക്കെ. പക്ഷേ ഏതായാലും ഈ സ്ഥലത്ത് തന്നെയാണ് അർജുൻ അപകടത്തിൽപ്പെട്ടത് എന്നതിൽ സ്ഥിരീകരണം ജില്ലാ ഭരണകൂടത്തിൽ ലഭിച്ചിരുന്നു. അതായത് ഈ ലോറി കടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ. പക്ഷേ അതിനുശേഷം ഈ അപകടം നടന്നതിന് ശേഷമുള്ള മറ്റ് ഒരു CCTV ക്യാമറകളിലും ഈ ലോറിയുടെ ചിത്രമില്ല. അത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും ശാസ്ത്രീയമായ ഒരു തെളിവ്. ഈ ലോറി ഇവിടെ തന്നെ ഉണ്ട് എന്നതിന് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ടവർ വലിയ ഭാരമേറിയ ഒരു ലോഹവസ്തു കണ്ടെത്തിയെന്നാണ് സൈന്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഒരു പക്ഷേ ലോറി ആയിരിക്കാം. അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ബൈജു, അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. നമുക്ക് അത്തരം പരിശോധനകളിലേക്ക് കാര്യമായി തന്നെ കടക്കേണ്ടി വരും. അവിടെയാണ് വ്യക്തമായ തീരുമാനം ഉണ്ടാവുക. ഇന്നെങ്കിലും അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. വിനേഷ് കുമാർ കൂടിയുണ്ട്. വിനേഷ്, മിനിഞ്ഞാന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അർജുന്റെ അമ്മ വലിയ വികാരവിക്ഷോഭത്തോടു കൂടിയാണ് പ്രതികരിച്ചത്. അവർക്ക് ഒരു ജീവന് വിലയില്ലേ എന്ന് ചോദിച്ചു. തൻ്റെ മകനെക്കുറിച്ച് ഇനി തനിക്ക് പ്രതീക്ഷകളില്ല എന്ന് പറഞ്ഞു. ഈ സംവിധാനങ്ങളുടെ അപര്യാപ്തത അവർ ചൂണ്ടിക്കാണിച്ചു. വളരെ വൈകാരികമായി സംസാരിക്കുമ്പോഴും ഈ എല്ലാ തരത്തിലുമുള്ള പരിശോധനകളെ അവർ നിരാകരിക്കുകയായിരുന്നു. അവർ ഈ പറഞ്ഞതുപോലെ ഇതിനു മുൻപ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു അമ്മ. അതുതന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ വികാരവും. ഇന്നിപ്പോൾ അതിനുശേഷം ഇവരെ കാണാൻ സാധിച്ചോ? എന്തെങ്കിലും സന്ദേശം ഈ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഈ കുടുംബത്തിന് കിട്ടുന്നുണ്ടോ? അവരുടെ പ്രശ്നം പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ, പരാതികൾ പരിഹരിക്കാനുള്ള കൂടുതൽ നടപടികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താനെങ്കിലും ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ?
രഞ്ജിത്ത്, അവർക്ക് കൃത്യമായി അവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. അവിടെ ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ അർജുൻ്റെ സഹോദരനുണ്ട്, അർജുൻ്റെ ഭാര്യ സഹോദരനുണ്ട്, മറ്റു ബന്ധുക്കളായുണ്ട്, സുഹൃത്തുക്കൾ ഉൾപ്പെടെ 150-150ഓളം പേർ അവിടെ തന്നെ ഉണ്ട്. അവിടുന്ന് കൃത്യമായി തന്നെ ഒരു ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഊർജിതമായി തന്നെയാണ് ഇന്നലെയും ഒക്കെയായി തെരച്ചിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതലൊന്നും അതിനെക്കുറിച്ച് അവർ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാനോ ഒന്നും തൽക്കാലം അവർ തയ്യാറായിട്ടില്ല. ഇന്നലെ അവർ പറഞ്ഞത് എല്ലാവരും നമുക്ക് വേണ്ടി നിലകൊണ്ടതുകൊണ്ട് നന്ദി, കൂടുതലൊന്നും പറയാനില്ല എന്ന് തന്നെയാണ് അവരുടെ സഹോദരി, അർജുൻ്റെ സഹോദരി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ ഇനിയിപ്പോൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ആ ഒരു പ്രതീക്ഷ അറ്റ രീതിയിൽ തന്നെയാണ് നിലവിൽ അർജുൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് വരെ. പക്ഷേ ആ ഒരു പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ വളരെ നിരാശയോടുകൂടിയും വളരെ ദുഃഖത്തോടു കൂടിയും തന്നെയാണ് അവർ സംസാരിക്കുന്നത്. എന്തായാലും അവരുടെ വീട്ടുകാരുമായൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അവർക്കൊന്നും ഇനിയൊരു പ്രതീക്ഷയില്ല. ഏതെങ്കിലും രീതിയിലുള്ള മിറാക്കിൾ സംഭവിക്കുക മാത്രമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് അവൻ തിരിച്ചു വരും എന്നുള്ള ഒരു നേരിയ പ്രതീക്ഷ, അതും പ്രായോഗികമായി എത്രത്തോളം ശരിയാണ് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത്രത്തോളം വലിയൊരു ദുരന്തമാണ് അവിടെ ഷിരൂരിൽ നടന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലോറി പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ലോറിയിൽ അർജുൻ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ആ കടയിലാണോ ഉണ്ടായിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോഴും ഒരു വ്യക്തതയും കൃത്യമായൊരു വിവരവും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അർജുൻ്റെ മൃതദേഹമെങ്കിലും കാണാനുള്ള അവസരം അവർ ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. എന്തായാലും ഷിരൂരിൽ നിന്ന് KV ബൈജു റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ചാണെങ്കിൽ കൃത്യമായൊരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിലെന്തായാലും നാട്ടുകാരും അതുപോലെ തന്നെ വീട്ടുകാരും എല്ലാം തന്നെ അതിലൊരു തൃപ്തരാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അവരുമായി സംസാരിച്ചപ്പോഴും അവരിനി കൂടുതൽ, നമുക്കറിയാം അവർ വലിയ പൊട്ടിത്തെറിച്ചതും ഇപ്പോൾ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അവർ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ 3 ദിവസം, അതായത് 16, 17, 18 3 ദിവസത്തോളം യാതൊരു സംവിധാനങ്ങളും യാതൊന്നും ആരും അറിയാതെ, ഇങ്ങനെയൊരാൾ മണ്ണിനടിയിലുള്ളത് പോലും അറിയാതെ, കൃത്യമായ രക്ഷാപ്രവർത്തനം പോലും നടത്താതെ പൂർണ്ണമായും അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഇതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അർജുന ഉൾപ്പെടെയുള്ളവർക്ക് ഇങ്ങനൊരു അവസ്ഥ വരാൻ കാരണം അതാണ് എന്നുള്ള രീതിയിലേക്ക് പിന്നീട് ഇത് മാധ്യമങ്ങളെ ഏറ്റെടുക്കുകയും കേരള സർക്കാർ ഇടപെടുകയും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും ഇവിടെ നിന്ന് ആളുകൾ അങ്ങോട്ട് പോവുകയും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തപ്പോഴാണ് പിന്നീട് ഇത് വലിയ ചർച്ചയായി മാറുന്നത്. എന്തായാലും ആ 3 ദിവസം പ്രധാനപ്പെട്ട നിർണായകമായ ആ ഒരു 3 ദിവസം നഷ്ടമായിരിക്കുന്നു രക്ഷാപ്രവർത്തനത്തിൽ. സ്വാഭാവികമായും കുടുംബത്തിനും നാട്ടുകാർക്കും എല്ലാം ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ഉണ്ട്. നമുക്കറിയാം സേവ് അർജുൻ ഫോറം എന്ന സംഘടന ഉൾപ്പെടെ ഇവിടെ ഉണ്ടാക്കി അതിന് പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ നടന്ന നാടാണിത്. കോഴിക്കോട് ഈ കണ്ണാടിക്കലിലെ ജനങ്ങളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സംസാരിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഇനി അവർക്ക് അർജുൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഈ രക്ഷാപ്രവർത്തനം അവൻ്റെ മൃതദേഹമെങ്കിലും ഒരു നോക്ക് കാണാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അതിനുള്ള ഒരു ഇടപെടൽ എന്തായാലും ഉണ്ടാകണം. ഈ ഒരു മാധ്യമ ഇടപെടൽ ഇനിയും തുടരണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലെ വൈകിട്ട് അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. ഈ ആരൊക്കെയാണ് ഇപ്പോൾ വിനേഷ് അവിടെ ഷിരൂരിലുള്ളത്? അർജുൻ്റെ സഹോദരി, ഭർത്താവ്, അർജുൻ്റെ ഭാര്യയുടെ ആങ്ങള, അങ്ങനെ ചില ആളുകൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അവരെ ഒരാളുടെ നിധിനെ അകത്തേക്ക് നമ്മൾ കയറ്റി വിട്ടിരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ തെരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക്. മറ്റു കൂടുതൽ ആളുകൾ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? ഈ സന്നദ്ധ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ? അവർ ഈ നിരന്തരം കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ തെരച്ചിലിൻ്റെ വിവരങ്ങൾ കൈമാറുന്നുണ്ടോ? തീർച്ചയായും. കാരണം 3 സംഘങ്ങൾ, അതായത് ഈ മുക്കം ഭാഗത്തു നിന്ന് തന്നെ 3 ജീവൻ രക്ഷാ സമിതികൾ, സംഘങ്ങൾ അവിടെ കൃത്യമായി തന്നെ പരിശീലനമെല്ലാം പൂർത്തിയാക്കിയ ഒരു 3 സംഘം ഇന്നലെ ഷിരൂരിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ഇങ്ങനെ പല ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഭാഗമായപ്പോൾ നമുക്ക് അറിയാം അവിടെ രഞ്ജിത്ത് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. രക്ഷാപ്രവർത്തനത്തിനെ കുറിച്ച് ഏകദേശ ധാരണയുള്ള ആളുകളൊക്കെ ഉണ്ട്. മാത്രമല്ല ഈ കോഴിക്കോട് തന്നെയുള്ള രക്ഷാസമിതികൾ, ഞാൻ മനസ്സിലാക്കുന്നത് 3-ലധികം ജീവൻ രക്ഷാസമിതികൾ ഇപ്പോൾ അവിടെ ഉണ്ട്, അവിടെ പോയിട്ടുണ്ട്. പക്ഷേ ആർക്കും അങ്ങോട്ട് രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അതിനെ എന്തായാലും ഹൈജാക്ക് ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയില്ല. ആ ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സൈന്യം അതുപോലെ തന്നെ അവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ മാത്രമാണ് നടത്തുന്നത്. അവർക്ക് വേണ്ടപ്പെട്ട ആളുകളെ, അതായത് ഭാര്യ, സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവർക്ക് അങ്ങനെ ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് രക്ഷാപ്രവർത്തനത്തിന് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അതിനകത്ത്. അപ്പോൾ എന്തായാലും അവരുടെ ബന്ധുക്കളെല്ലാം തന്നെ, അർജുൻ്റെ ബന്ധുക്കളുണ്ട്, അതുപോലെ തന്നെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. ഇങ്ങനെ ജീവൻ രക്ഷാ
സമിതികൾ കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാം തന്നെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇവർക്ക് ലഭിക്കുന്നവർ. അവിടെ നിന്ന് കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു ആശയവിനിമയം നടക്കുന്നുണ്ട്. അവർക്ക് ഓരോ വിവരങ്ങളും കിട്ടുന്നുണ്ട്. മാധ്യമങ്ങളിലൂടെ മാത്രമല്ല, ഈ ബന്ധുക്കൾ വഴിയും അർജുൻ്റെ സഹോദരൻ വഴിയൊക്കെ കൃത്യമായ വിവരങ്ങൾ അവർക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ഒരു പരസ്യമായ ഒരു പ്രതികരണത്തിൻ്റെ ആവശ്യമില്ല. ഏതായാലും ഊർജിതമായി തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ദൗത്യം നടക്കട്ടെ എന്ന് തന്നെയാണ് അർജുൻ്റെ ബന്ധുക്കൾ പറയുന്നത്. അതാണ്. ഏതായാലും ഇന്ന് ദൗത്യം അല്പസമയത്തിനകം ഇപ്പോൾ 7:30 7:30 കഴിഞ്ഞ് 2 മിനിറ്റായി. 7:30 ഓടുകൂടി ദൗത്യം പുനരാരംഭിക്കുമെന്നാണ് നേരത്തെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് വേണം ഇപ്പോൾ തൽക്കാലമെങ്കിലും മനസ്സിലാക്കാൻ. ദൗത്യം പുനരാരംഭിച്ചിരിക്കണം ഈ സമയത്ത്. അതിനധികം കാലതാമസം ഉണ്ടാകില്ല. കാരണം ഇന്ന് കുറച്ച് നിർണായകമായ ഒരു ദിവസം കൂടിയാണ്. ഇന്ന് 9ാം നാളിലേക്ക് കടക്കുകയാണ് ഈ അർജുനെ കാണാതായിട്ട് എന്നുള്ളതാണത്. അതിൻ്റെ ഇപ്പോൾ ഗൗരവ സ്വഭാവം കുറച്ചുകൂടി തെരച്ചിലിന് കൈവന്നിട്ടുണ്ട്. കാരണം കൂടുതൽ ഉപകരണങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കൂടുതൽ ഉപകരണങ്ങൾ, അത്യന്താധുനിക ഉപകരണങ്ങൾ കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് സഞ്ചാരദിശ, ഈ സോണാർ സിഗ്നൽ, വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളുടെ സഞ്ചാരദിശയും വേഗവും ഒക്കെ മനസ്സിലാക്കാനുള്ള സംവിധാനത്തിലൂടെ കണ്ടെത്തിയ 2 സിഗ്നലുകളും കേന്ദ്രീകരിച്ച് നാവികസേനയുടെ പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഐബോർഡ് എന്ന സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുന്നത് ആകാശത്ത് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നു പോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്താനുള്ള ഉപകരണമാണ് ഐബോർഡ്. അതും ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇവിടെ ഇന്ന് പുരോഗമിക്കും. അപ്പോൾ സ്വാഭാവികമായി ഇന്ന് വൈകുന്നേരത്തിനകമെങ്കിലും തെരച്ചിൽ അവസാനിക്കുന്നതിന് മുൻപെങ്കിലും അർജുനെക്കുറിച്ചുള്ള, ലോറിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭ്യമാകുമെന്ന് വേണം കരുതാൻ. അങ്ങനെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ദിവസവും ആരംഭിക്കുന്നത്. കാരണം അത്രത്തോളം നിർണായകമായ തിരച്ചിൽ പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി പോകാമെന്ന് തോന്നുന്നു. മറുകരയിൽ നിന്ന് ഗ്രാമീണർ പകർത്തിയ ഭീതിജനകമായ ഒരു ദൃശ്യം ഇത് ന്യൂസ് 18 പുറത്തുവിടുകയാണ്. ഈ വലിയ വെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായപ്പോൾ ഗ്രാമീണർ ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതിനിടയിൽ ചിലർ പകർത്തിയ ദൃശ്യങ്ങൾ കൂടിയാണ്. ഈ അപകടത്തെക്കുറിച്ചൊരു വ്യക്തത വരുത്താൻ ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ സഹായിച്ചേക്കും. കാരണം അത്രത്തോളം ഭീകരമാണ്. ആ ദൃശ്യങ്ങളിലാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്നലെ ന്യൂസ് 18 പുറത്തുവിട്ട ദൃശ്യമാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ ഉണ്ട്, അഡ്വക്കേറ്റാണ് അദ്ദേഹം. ശ്രീ സുഭാഷ് ചന്ദ്രനാണ് ഇതുമായി ബന്ധപ്പെട്ട ഹർജി കർണാടക ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഈ രക്ഷാദൗത്യത്തിലെ അനാസ്ഥയാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഹൈക്കോടതിയിൽ നിന്ന് അടിയന്തര വാദം കേൾക്കുന്നുണ്ട്. വിഷയത്തിൽ കേന്ദ്രത്തിനും കർണാടകയ്ക്കും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. സുപ്രീംകോടതി അഭിഭാഷകനായ ശ്രീ സുഭാഷ് ചന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുഭാഷ് ചന്ദ്രൻ, ഇത് നമുക്കറിയാം, ആദ്യം മുതൽ തന്നെ അനാസ്ഥയുണ്ട് ഈ തെരച്ചിലിൽ. 3ാം ദിവസം മാധ്യമങ്ങൾ ഇത് വലിയ വാർത്തയാക്കിയപ്പോഴാണ് സർക്കാരുകൾ, സംവിധാനങ്ങൾ ഉണർന്നത്. ഇക്കാര്യം വ്യക്തമായി കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയാണോ താങ്കൾ? സ്വാഭാവികമായും ഒരാഴ്ച പിന്നിടുന്ന സമയത്ത് ഈ അർജുന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 6 ദിവസം പിന്നിട്ട് അതിനകത്ത് യാതൊരു തരത്തിലുള്ള റിസൾട്ടും വരാതെ നമ്മുടെ വിവിധ ഏജൻസികൾ, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികൾ പുലർത്തി പോകുന്ന അനാസ്ഥയുടെ ഭാഗമായി അവര് ഒരു തരത്തിലുള്ള പുരോഗതിയും കാണാതെ ഈ ഒരു വലിയൊരു വാഹനവും ഒരു പറ്റം ആളുകളും, അർജുൻ മാത്രമല്ല അവിടെ മറ്റു വാഹനങ്ങളും, ഒരു 3ഓളം കാറുകൾ, 3ഓളം വ്യക്തികൾ കാണാതായിട്ടുണ്ട്. അങ്ങനെ ഒരാഴ്ചയോളം ഇത്തരത്തിലൊരു അപകടശേഷം ഇത്തരമൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളൊരു ഉറച്ച ബോധ്യമുണ്ട്. അതോടൊപ്പം തന്നെ അർജുനെ സ്നേഹിക്കുന്ന അർജുന്റെ കുടുംബവും അർജുന്റെ സുഹൃത്തുക്കളും ഇപ്പോൾ കേരളമെമ്പാടും അർജുന്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ കാരണം ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ്, അത്തരമൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു പെറ്റീഷൻ ഞങ്ങൾ ആദ്യം സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതി അടിയന്തരമായി കർണാടക ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി പറഞ്ഞു. കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്നലെ അതിനകത്ത് രാവിലെ ചീഫ് ജസ്റ്റിസിന് മുമ്പാകെ ഈ കേസ് ഞങ്ങൾ മെൻഷൻ ചെയ്തു. അതിനുശേഷം ഉച്ചയ്ക്ക് 2:30 മറ്റൊരു ബെഞ്ച് മുമ്പാകെ, ബാംഗ്ലൂർ ബെഞ്ച് മുമ്പാകെ കേസ് ലിസ്റ്റ് ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ചു. അടിയന്തരമായി ഗൗരവമേറിയ വിഷയം എന്നാണ് ഹൈക്കോടതി ഇന്നലെ ഇത് പരിഗണിച്ച സമയത്ത് ഉണ്ടായ പ്രാഥമികമായുള്ള നിരീക്ഷണം. അതോടൊപ്പം തന്നെ സ്റ്റാറ്റസ് റിപ്പോർട്ട്, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഇന്നലെ കേസ് വന്ന സമയത്ത് തന്നെ അവരുടെ ഒരു ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യം സമർപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.
ഇന്ന് ചീഫ് ജസ്റ്റിസ് കോർട്ട് മുമ്പാകെ കർണാടക ഹൈക്കോടതിയിലെ ബാംഗ്ലൂർ ബെഞ്ചിലെ ചീഫ് ജസ്റ്റിസിന്റെ കോടതി മുമ്പാകെയാണ് ഇന്ന് ഐറ്റം നമ്പർ 91 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ അടിയന്തരമായി വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേസ് മെൻഷൻ ചെയ്യും. നമുക്ക് ഈ പ്രഥമ ദൃഷ്ടിയ തന്നെ ബോധ്യമാണല്ലോ ഈ അപകടത്തിന്റെ ഒരു ഇത് കൈകാര്യം ചെയ്യുന്നതിലൊരു കെടുകാര്യസ്ഥത. ഒരു മനുഷ്യജീവൻ, നിരവധി മനുഷ്യജീവനുകൾ അവിടെ പെട്ടുപോയിട്ടും സർക്കാർ സംവിധാനങ്ങൾ ഉണരാൻ വൈകി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇന്നിപ്പോൾ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ അടക്കം കൂടുതൽ ഉപകരണങ്ങൾ, ഐബോർഡ് അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിച്ചുള്ള തെരച്ചിൽ പുരോഗമിക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ കോടതിയിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു ഇടപെടൽ, ഈ പരിശോധനയിൽ ഈ ലോറി കണ്ടെത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യത്തിൽ ഒരു ഇടപെടൽ, കോടതി ശക്തമായ നിർദ്ദേശങ്ങൾ താങ്കളുടെ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സ്വാഭാവികമായും അത്തരം പ്രതീക്ഷകൾ തന്നെയാണ്, അതിനുവേണ്ടിയുള്ള ആവശ്യം തന്നെയാണ് ഞങ്ങൾ ഇന്ന് കോടതിയിൽ വാദം നടത്തുന്ന സമയത്ത് ഉന്നയിക്കുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മളറിയാം, ഇന്ന് 9ാമത്തെ ദിവസം, 8 ദിവസം പിന്നിട്ട് 9ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. ഏതാണ്ട് ഒരു പറ്റം മനുഷ്യരെ കാണാതായിട്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് ആ അപകടത്തിൽ ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പെട്ടെന്നുണ്ടാകുന്ന അപകടത്തിനകത്ത് മനുഷ്യനോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങൾക്കോ ജീവൻ നഷ്ടപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ മനുഷ്യരുടെ ഭരണകൂടത്തിന്റെ അനാസ്ഥയുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ, മാധ്യമങ്ങളിലൂടെ അതേപോലെ തന്നെ കമ്പനിയിലൂടെ ഒക്കെ വരുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹത്തിന്റെ വാഹനം ഓണാകുന്നു, അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഓണായിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ ഏതാണ്ട് ഒരു 4 ദിവസത്തിന് ശേഷം വരെ, ഈ അപകടം ഉണ്ടായ ചൊവ്വാഴ്ച ഉണ്ടായി, വെള്ളിയാഴ്ച വരെ ഈ വാഹനം ഓണായതായും അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഓണായതായുമുള്ള വിവരങ്ങൾ, റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു പക്ഷെ സർവൈവ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ, ഭരണകൂടത്തിന്റെ, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനാസ്ഥയുടെ ഭാഗമായി എന്തെങ്കിലും അപകടം സംഭവിക്കുന്നത് അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാതരം സംവിധാനങ്ങളുമുണ്ട്, ശാസ്ത്രീയമായ സംവിധാനങ്ങളുണ്ട്, മാൻ ഫോഴ്സ്, ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്, നമുക്ക് ആർമി പോലെയുള്ള സംവിധാനങ്ങളുണ്ട്, ഇതിന് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, NDRF പോലെയുള്ള ആളുകളുണ്ട്. പക്ഷെ ഇതിനെയൊന്നും ഉപയോഗിക്കാതെ മനുഷ്യജീവന് പുല്ലുവില, ഒരു അപകടത്തിനകത്ത് ഒരു ദുരന്തത്തിനകത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ മരിച്ചു കൊള്ളണം എന്നുള്ള ഒരു ഭരണകൂടത്തിന്റെ കാഴ്ചപ്പാട്, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കാഴ്ചപ്പാട്, അത് തിരുത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. നാളെ ഈ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തിനകത്തോ രാജ്യത്തിനകത്തോ മറ്റൊരു അർജുൻ ഉണ്ടാവാൻ പാടില്ല. ഒരാൾക്ക് ഇത്തരം ഒരു സാഹചര്യം നേരിടേണ്ടി വന്നാൽ അടിയന്തരമായി അയാൾക്ക് വൈദ്യസഹായവും അയാൾക്ക് രക്ഷാപ്രവർത്തനവും ലഭ്യമാവുക എന്നുള്ളത് ഒരു അടിസ്ഥാനപരമായി അയാളുടെ അവകാശമായി മാറണം. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഞങ്ങളിപ്പോൾ നടത്തുന്നത്. അർജുനെ ഇവിടെ സാധ്യമായ, ഇപ്പോൾ സ്വാഭാവികമായി ഞങ്ങൾ ഞായറാഴ്ച തൊട്ട് സുപ്രീം കോടതിയിൽ മെൻഷൻ ചെയ്തപ്പോൾ മുതൽ ഇതിനകത്തുണ്ടായ മാറ്റങ്ങൾ ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും ആദ്യം ആർമി വരുന്നത് വേണ്ടത്ര ഉപകരണങ്ങളില്ലാതെയാണ്, പിന്നീട് ഉപകരണങ്ങൾ എത്തിക്കുന്നു. ഇപ്പൊ നിങ്ങൾ തന്നെ പറയുന്ന റിപ്പോർട്ട് കഴിയുന്ന പ്രകാരം അത്യാധുനിക ഉപകരണങ്ങൾ എത്തിക്കുന്നു, കൂടുതൽ തിരച്ചിൽ നടത്തുന്നു. അപ്പൊ സ്വാഭാവികമായും ഭരണകൂടങ്ങളും ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷനും പരാജയപ്പെടുന്ന സമയത്ത് നിയമവ്യവസ്ഥ ഇടപെട്ട് കഴിഞ്ഞാൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. അത് ഉണ്ടാകണം. അർജുനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം. നാളെ മറ്റൊരു അർജുൻ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള, അതിനുകൂടി വേണ്ടിയാണ് ഞങ്ങൾ ഈ പോരാട്ടം നടത്തുന്നത്. നന്ദി ശ്രീ അഡ്വക്കേറ്റ് KR സുഭാഷ് ചന്ദ്രൻ. താങ്കളുടെ ഇടപെടലിലൂടെയെങ്കിലും അർജുനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലൊരു കുറച്ചുകൂടി കാര്യക്ഷമമായ പുരോഗതി തെരച്ചിലിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അത്തരമൊരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കാം. അതിനായുള്ള കാത്തിരിപ്പിലാണ്. ഇന്ന് നിർണായകമായ 9ാം ദിവസമാണ് തെരച്ചിലിൽ. കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു. കേന്ദ്രസേനയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ ഈ ഉപകരണങ്ങൾ കൊണ്ടുള്ള തിരച്ചിലെങ്കിലും ലോറിയെക്കുറിച്ചുള്ള ധാരണ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വലിയൊരു ദുരന്തം അത് നടന്നിട്ട് ആശങ്കാജനകമായ കാര്യം, മലയാളിയായ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളും ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള എല്ലാ തിരച്ചിലുകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇന്ന് പുരോഗമിക്കുന്നത്.